ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള മർഹബൻ ബിക്കും ജമീഅൻ ഇലാ കനാത്തി സൈലം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സൈലത്തിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പരീക്ഷ ഒക്കെ ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, നമ്മുടെ ഹാഫ് ഇയർലി ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ക്വാർട്ടർലി എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാമിനും ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു 3 കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ സ്വന്തം NSP ന്യൂമാൻ സാറാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3 ടോപ്പിക്കാണ്. ഒന്ന്, അർക്കാനു തശ്ബീഹ്. പരീക്ഷയ്ക്ക് മിക്കവാറും 5 മാർക്കിന്റെ അല്ലെങ്കിൽ 6 മാർക്കിന്റെ ചോദ്യമായിട്ട് അർക്കാനു തശ്ബീഹ് വരാറുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മാലി, മുലാരി, അംറി, നഹി, ഒരു എന്താ പറയാ ഫിഅലുകൾ അല്ലെ, മാലി ആയിട്ടുള്ള വെർബ്, അതേപോലെ മുലാരി ആയിട്ടുള്ള വെർബ്, അംറ്, നഹി, ഈ 4 കാര്യങ്ങളും ഒരു കോളം തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ ചോദിക്കാം, അത് ഫില്ല് ചെയ്യാൻ ചോദിക്കാം. അതേപോലെ തന്നെ മൂന്നാമത്തേതാണ് മുബ്തദഇ വ ഖബർ. മുബ്തദഇ വ ഖബർ, മുബ്തദയും ഖബറും നമ്മളോട് എന്ത് ചെയ്യാൻ ചോദിക്കാം, തരംതിരിക്കാൻ നമ്മളോട് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? അപ്പോ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, മുബ്തദ അതേപോലെ തന്നെ ഖബറാണ്. ഏതാണ് മുബ്തദ ഖബർ? നമുക്കറിയാം സാധാരണ പരീക്ഷയ്ക്ക് മുബ്തദ അല്ലെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അർക്കാനു തശ്ബീഹ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അർക്കാനു തശ്ബീഹ് നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് മുബ്തദ ഖബറിലേക്ക് പോകാം. അർക്കാനു തശ്ബീഹ് നമ്മളെ ചോദ്യ പേപ്പറിൽ വന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അർക്കാനു തശ്ബീഹ് നമ്മളെ സാദൃശ്യപ്പെടുത്തുന്നതിന്റെ ഘടകങ്ങള് ടോട്ടൽ 4 ഉണ്ട്. 4 അർക്കാനുകളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് മുശബ്ബഹ് ആണ്. രണ്ടാമത്തേത് എന്താ, മുശബ്ബഹ് ബിഹി ആണ്. മൂന്നാമത്തേത് എന്താ, അദാത്തു തശ്ബീഹ് ആണ്. നാലാമത്തെ എന്താ, വജ്ഉ ശബഹ് ആണ്. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അർക്കാനു തശ്ബീഹ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരാളെ, ഒരു വസ്തുവിനെ മറ്റൊരാളുമായിട്ട് സാദൃശ്യപ്പെടുത്തുന്നതിനെയാണ് തശ്ബീഹ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട്, ഇപ്പോ എന്താ പറയാ, മുഹമ്മദ് സിംഹത്തിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. മുഹമ്മദ് സിംഹത്തിനെ പോലെയാണ്. അതില് മുഹമ്മദ് ആണ് ആര്, മുശബ്ബഹ്. ദെൻ മുശബ്ബഹ് ബിഹി, ആരുമായിട്ടാണ് ഇതിനെ സാദൃശ്യപ്പെടുത്തുന്നത്, സിംഹവുമായിട്ടാണ് സാദൃശ്യപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ മുശബ്ബഹ് ബിഹി ആരാണ്, സിംഹമാണ്. പിന്നെ ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മുഹമ്മദ് സിംഹത്തെ പോലെയാണെന്നല്ലേ. ആ പോലെ എന്നതാണ് നമ്മൾ അദാത്തു തശ്ബീഹ് പറയുന്നത്. ഇനി വജ്ഉ ശബഹ് എന്ന് വെച്ചാൽ എന്തിലാണ് നമ്മൾ സദൃശ്യപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് മുഹമ്മദ് സിംഹത്തെ പോലെയാണ് ധൈര്യത്തിൽ. അപ്പൊ 4 കാര്യങ്ങളായല്ലോ. മുഹമ്മദ് മുശബ്ബഹ്, സിംഹത്തെ അല്ലെ മുശബ്ബഹ് ബി, പിന്നെ പോലെയാണ്, പോലെ എന്നതാണ് അദാത്തു തശ്ബീഹ്. ദെൻ വജ്ഉ ശബഹ് എന്താ, ധൈര്യത്തിന്റെ കാര്യത്തിൽ. ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. കണ്ടോ, അലിയുൻ കൽ അസദി ഫി ശജാഅത്തി. നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ ആണ്. മുഹമ്മദിന് പകരം അവിടെ ആര് വന്നു, അലി വന്നു അല്ലെ. നോക്കിക്കേ, അലിയുൻ, അലി ഉണ്ടല്ലോ. ക എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം, ക എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് പോലെ. നമ്മൾ മലയാളത്തിലെ പോലെയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അലിയുൻ, അലിയാണ്. കൽ അസദി, അസദിനെ പോലെയാണ് അല്ലെ. എന്ത് കാര്യത്തില്, എന്തില്, ഫിശജാഅത്തി, ധീരതയില്. ഓക്കെ, ധൈര്യത്തിന്റെ കാര്യത്തിലുണ്ടല്ലോ, ധൈര്യത്തിന്റെ കാര്യത്തില് അലി അസദിനെ പോലെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മുശബ്ബഹ് നമുക്കറിയാം. ഒന്നാമതായിട്ട് മുശബ്ബഹ് ആരെയാണ് നമ്മൾ ഇവിടെ സാദൃശ്യപ്പെടുത്തുന്നത്, ഇവിടെ നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നത് ആരെയാണ്, നമുക്കറിയാം അലിയെയാണ് നമ്മൾ ഇവിടെ സാദൃശ്യപ്പെടുത്തുന്നത്. ആരെയാണ്, അലി. അപ്പൊ ഇവിടുത്തെ അലിയാണ് ആര്, നമ്മുടെ മുശബ്ബഹ് എന്ന് പറയുന്ന ആരാണ്, അലി ആയിരിക്കും. ഓക്കെ, മുശബ്ബഹ് ആരാണ്, അലി. ഇനി അടുത്തത് മുശബ്ബഹ് ബിഹി ഉണ്ടല്ലോ, മുശബ്ബഹ് ബി. ഈ അലിയെ ആരുമായിട്ടാണ് നമ്മൾ ഇവിടെ സാദൃശ്യപ്പെടുത്തുന്നത്, ഇവിടെ നമ്മൾ അലിയെ സാദൃശ്യപ്പെടുത്തുന്നത് അസദുമായിട്ടാണ്. ആരാണ്, അസദ്. അപ്പൊ ഇവിടുത്തെ അസദാണ് നമ്മുടെ ആര്, അസദാണ് നമ്മുടെ ആര്, മുശബ്ബഹ് ബിഹി എന്ന് പറയും. കൺഫ്യൂഷൻ ഇല്ലല്ലോ, മുശബ്ബഹ് ബിഹി അസദാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എന്താണ്, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അദാത്തു തശ്ബീഹ് ആണ്. ഓക്കെ, അദാത്തു തശ്ബീഹ് എന്ന് വെച്ചാൽ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ അലിയെയും അസദിനെയും കണക്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഈ ക എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടാണ്. എന്താണ്, ക എന്ന് പറയുന്ന ഈ അക്ഷരം വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഈ അലിയുടെയും അസദിന്റെയും ഇടയിലുള്ളത് ആരാണ്, ക്യാഫ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം, നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇവിടെ
ക്യാഫാണ് ആര് നമ്മുടെ അദാത്തു തശ്ബീഹ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഇനി ലാസ്റ്റ് ഉള്ളത് ആരാണ്? നമ്മുടെ വജൂഷബാണ് അല്ലെ. വജൂഷബ് എന്ന് വെച്ചാൽ എന്താ? ഏത് കാര്യത്തിൽ ഏത് വിഷയത്തിലാണ് സാദൃശ്യപ്പെടുത്തുന്നത്? ആ വിഷയം എന്താണ്? അശ്ശജാഅത്ത് എന്നാണ് കേട്ടോ. അശ്ശജാഅത്ത് എന്ന് വെച്ചാൽ എന്താണ്? ധീരത. അപ്പൊ നമുക്കിവിടെ 4 കാര്യങ്ങളും കിട്ടിയല്ലോ. അതായത് ഒരു സെന്റൻസ് വന്നാൽ ഒന്നാമത്തെ കാര്യമായിരിക്കും മുശബ്ബഹ് അല്ലെ. പിന്നെ മൂന്നാമത്തെ വാക്കായിരിക്കും എന്ത്? നമ്മുടെ മുശബ്ബഹ് ബിഹി എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ വാക്ക് എന്ന് വെച്ചാൽ ആ മൂന്നാമത്തെ കാര്യമായിരിക്കും നമ്മുടെ മുശബ്ബഹ് ബിഹി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മുശബ്ബഹ് ബി അസദ്. അതേപോലെ തന്നെ ഇനി അദാത്തു തശ്ബീഹ് ആരാ? ഈ രണ്ടിന്റെയും നടുവിൽ കിടക്കുന്ന ക്യാഫ് ആണ് അദാത്തു തശ്ബീഹ്. ദെൻ നമ്മുടെ വജൂഷബഹ് ആരാ? വജൂഷബഹ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഈ ഷജാത്താണ് വജൂഷബ്. അപ്പോ നമുക്കറിയാം കൃത്യമായിട്ട് ഒരു സെന്റൻസ് കിട്ടിയാൽ നമുക്ക് എന്ത് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഈ ക്യാഫ് ഉണ്ടല്ലോ, കാഫിന്റെ മുമ്പിലുള്ള ആള് മുശബ്ബഹ് ആയിരിക്കും, കാഫിന്റെ ശേഷമുള്ള ആള് അദാത്തു തശ്ബീഹ് ആയിരിക്കും. ഈ കാഫിന് ശേഷമുള്ള ആള് മുശബ്ബഹ് ബി ആയിരിക്കും. ഈ ക്യാഫ് ആയിരിക്കും ആരെയും അദാത്തു തശ്ബീഹ്. ക്ലിയർ ആണല്ലോ. പിന്നെ മറ്റൊരു കാര്യം, ഈ ഫീ ഉണ്ടല്ലോ, ഫീക്ക് ശേഷമുള്ള ആളായിരിക്കും ആരെയും നമ്മുടെ വജൂഷബഹ് എന്ന് പറയുന്നത്. ഫീക്ക് ശേഷമുള്ള ആളായിരിക്കും വജൂഷബഹ്. അപ്പൊ ഇത് ക്ലിയർ ആയി മനസ്സിലാക്കിയാൽ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ 4 ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഈ 4 ഉദാഹരണത്തിൽ നിന്നും നമ്മൾ ആരെ കണ്ടുപിടിക്കണം? മുശബ്ബഹിനെ കണ്ടുപിടിക്കണം, മുശബ്ബഹ് ബിഹിനെ കണ്ടുപിടിക്കണം, അദാത്തു തശ്ബീഹിനെ കണ്ടുപിടിക്കണം, വജൂഷബഹിനെ കണ്ടുപിടിക്കണം. ചിലപ്പം ചോദ്യപേപ്പറിൽ നമ്മളോട് അർക്കാനു തശ്ബീഹ് കണ്ടെത്തുക എന്നേ പറയുള്ളൂ. ചിലപ്പോൾ ഈ 4 തരണമെന്നില്ല. എന്നിരുന്നാലും നമ്മൾ ഈ 4 കാര്യങ്ങൾ കാണാതെ പഠിച്ചാലേ നമുക്കിത് എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ അദാത്തു തശ്ബീഹ് എന്ന് പറയുന്നത് എപ്പോഴും കാഫ് ആയിരിക്കും. അതായത് അന്ത്യനാൾ വരെ, ഓക്കെ, ഈ ലോകം അവസാനിക്കുന്നത് വരെ അദാത്തു തശ്ബീഹ് ആയിരിക്കും? കാഫ് ആയിരിക്കും കേട്ടോ. ഈ കാഫിന്റെ മുമ്പിലുള്ള ആള് മുബ്തദയും കാഫിന് ശേഷമുള്ള ആള് മുശബ്ബഹ് ബിയും ഫീക്ക് ശേഷമുള്ള ആള് ഷജാത്ത് ആയിരിക്കും. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഇവിടെ ക്യാഫിനെ കണ്ടുപിടിക്കുക. ഇവിടെ ക്യാഫ് ആരാണ്? നമുക്ക് ഇവിടെ ക്യാഫ് അവിടെ കാണാൻ കഴിയും. സാർ ഇവിടെ കള്ളിയിൽ വരച്ച ഇതാണ് ക്യാഫ്. ഓക്കെ, ക്യാഫിനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി എളുപ്പമാണ്. ഈ ക്യാഫിന്റെ മുമ്പിലുള്ള വാക്കുകൾ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ആരെ? മുശബ്ബഹ്. ഓക്കെ, അപ്പൊ ഇത് മുഴുവനും എന്തിൽ പെട്ടു? ഇത് മുഴുവനും ഏതിൽ പെട്ടു? ഓക്കെ, ഈ കാര്യങ്ങൾ മുഴുവനും മുശബ്ബഹിൽ പെട്ടു. ഓക്കെ, അപ്പൊ ഇതാരാണ്? മുശബ്ബഹ് ആയിരിക്കും കേട്ടോ. അപ്പൊ മുശബ്ബഹ് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഇനി മുശബ്ബഹ് ബിഹി ആരായിരിക്കും? മുശബ്ബഹ് ബിഹി എന്ന് പറയുന്നത് നമ്മളിവിടെ ക്യാഫിനെ ഐഡന്റിഫൈ ചെയ്തല്ലോ. ഈ ക്യാഫിന്റെയും പിന്നെ അതേപോലെ ഫീ ഉണ്ടല്ലോ. അതായത് ഫീ എന്ന് പറയുമ്പോൾ ഇവിടെ ഫീ ഉണ്ട്, പിന്നെ ഇവിടെ ഫീ ഉണ്ട്, ഇവിടെ ഫീ ഉണ്ട്, ഇവിടെ ഫീ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഫീയെയും കണ്ടുപിടിച്ചു അല്ലെ. ഈ ക്യാഫിന്റെയും ഫീയുടെയും ഇടയിലുള്ള ആളായിരിക്കും ആര്? മുശബ്ബഹ് ബിഹി. ഓക്കെ, മുശബ്ബഹ് ബിഹി ആരായിരിക്കും? ക്യാഫിന്റെയും ഫീയുടെയും ഇടയിലുള്ള ആൾ. അപ്പൊ ഇവിടെ ആരാണ്? അസദ്. ഇവിടെ ആരാ? ബദറുൽ മുനീർ. ഇവിടെ ആരാ? ഇവിടെ ആരാ? നമീർ. ഓക്കെ, അപ്പോ ഇത് ചില ആളുകൾ ബദർ എന്ന് മാത്രം എഴുതും. അത് തെറ്റാണ്. ബദറുൽ മുനീർ എന്ന് തന്നെ ഫുള്ള് തന്നെ എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ ഇവരായിരിക്കും ആര്? മുശബ്ബഹ് ബിഹി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വണ് വജൂഷബ് അല്ലെ. വജൂഷബ് ആരാണ്? ഈ ഫീക്ക് ശേഷമുള്ള ആൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫീ നമ്മളിവിടെ കണ്ടെത്തി. ഓക്കെ, ഈ ഫീക്ക് ശേഷമുള്ള ആളായിരിക്കും ആര്? വജൂഷബ് എന്ന് പറയുന്നത് കേട്ടോ. വജൂഷബ് ഫീക്ക് ശേഷമുള്ള ആളായിരിക്കും. ഫീ ഒന്നിലും നിങ്ങൾ പെടുത്തണ്ട. ഇനിയിപ്പോ വജൂഷബിന്റെ കൂടെ ഫീ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഈ ക്യാഫ് എന്ന് പറയുന്ന ആൾ ആരായിരിക്കും? ക്യാഫ് ആണ് അദാത്തു തശ്ബീഹ്. ഓക്കെ, അദാത്തു തശ്ബീഹ് ആയിരിക്കും ആര്? നമ്മുടെ ക്യാഫ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. അർക്കാനു തശ്ബീഹ് ക്ലിയർ ആണല്ലോ. ആദ്യം മുശബ്ബഹിനെ കിട്ടി, പിന്നെ ഇവിടെ ക്യാഫിന് ശേഷമുള്ള മുശബ്ബഹ് ബിഹിനെ കിട്ടി. ക്യാഫ് മൊത്തം എന്താണ്? അദാത്തു തശ്ബീഹ് ആണ്. ഈ ഫീക്ക് ശേഷമുള്ള ആളുകൾ ആരാണ്? വജൂഷബഹ് ആണ്. ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ അർക്കാനു തശ്ബീഹ് നമ്മൾ ഇവിടെ അവസാനിച്ചു. ദെൻ നെക്സ്റ്റ് വൺ ആണ് നമ്മളോട് പരീക്ഷയ്ക്ക് മുബ്തദ ഖബർ.
നമ്മളോട് മുബ്തദ ഖബർ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അതായത് ഇവിടെ തന്നിട്ടുള്ള, ഇവിടെ കണ്ടോ നിങ്ങൾ 1, 2, 3, 4, 5, 6 ഈ 6 സെന്റൻസിൽ നിന്നും നമ്മളോട് മുബ്തദ ഖബർ കണ്ടുപിടിക്കാനാ ചോദിച്ചത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ കുറെ സെന്റൻസ് തന്നിട്ട് താഴെ മുബ്തദ അതേപോലെ തന്നെ ഖബർ ഇങ്ങനെ 2 കോളം വരച്ചിട്ട് ഈ 6 സെന്റൻസുകളെയും നമ്മൾ മുബ്തദ ഖബർ എന്ന 2 കോളത്തിലേക്ക് ആക്കാൻ നമ്മളോട് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ മുബ്തദ ഖബർ കണ്ടുപിടിക്കാന് എളുപ്പമാണ്, നമുക്ക് നോക്കാം. മുബ്തദ ഖബർ എങ്ങനെയായിരിക്കും? മുബ്തദ എന്ന് വെച്ചാൽ ഒരു സെന്റൻസിന്റെ ഏറ്റവും തുടക്കത്തിലായിരിക്കും മുബ്തദ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു മുബ്തദ ഖബർ എന്ന് വെച്ചാൽ ഒരു ഇസ്മിയായ ജുംലയായിരിക്കും. ആ ജുംലയുടെ മുമ്പിലുള്ള ആളായിരിക്കും, ഏറ്റവും മുന്നിലുള്ള ആളായിരിക്കും മുബ്തദ എന്ന് പറയുന്നത്. ആ മുബ്തദയെ അലിഫ്ലാം കൊണ്ടായിരിക്കും തുടങ്ങുക. അലിഫ്ലാം കൊണ്ടായിരിക്കും മിക്കവാറും തുടങ്ങുക. ഇനി മിക്കവാറും ചിലപ്പോൾ പേരുകളാണ് എങ്കിൽ അവിടെ അലിഫ്ലാം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ആളാരാണ്? മുബ്തദ. ഇവിടെ ഒന്നാമത്തെ ആൾ, അതായത് ഒന്നാമത്തെ സെന്റൻസിലെ ഒന്നാമത്തെ ആളാരാ? അൽ ഖമറു ആണല്ലോ, അൽ ഖമറു. രണ്ടാമത്തേലാരാ? അൽ ഹിന്ദു അല്ലെ. മൂന്നാമത്തേലാരാ? അൽ ഹുനൂദു. ഇതാണ് തുടക്കത്തിലുള്ള വാക്ക്. ഇനി 4ാമത്തെ സെന്റൻസിൽ ഒന്നാമത്തെ ആളാരാ? അത്തോലിബാത്തു. 5ാമത്തേലാരാ? അൽ മുസാഫിറാത്തു. 6ാമത്തേലാരാ? അൽ അറബിയത്തു അല്ലെ. അപ്പൊ നമ്മൾ 6 സെന്റൻസിൽ നിന്നും ഒന്നാമത്തെ വാക്കിനെ കണ്ടുപിടിക്കുക. ആ ഒന്നാമത്തെ വാക്കായിരിക്കും മുബ്തദ. ആ മുബ്തദ നമ്മൾ എന്ത് ചെയ്യുക, ഓർഡറിൽ ഒന്നാമത്തെ ആൾ എഴുതാ, 2 എഴുതാ, 3 എഴുതാ, 4 എഴുതാ, 5 എഴുതാ, 6 എഴുതാ. ആ 6 പേരെ നമ്മൾ അടിക്കടിക്ക് എഴുതാം. ഇനി ഖബർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഖബർ ആരായിരിക്കും മക്കളെ? ഖബർ എന്ന് പറയുന്നത് ഈ മുബ്തദ അല്ലാത്ത ബാക്കി എല്ലാവരും ഖബറായിരിക്കും. മുബ്തദ അല്ലാത്ത ബാക്കി എല്ലാവരും ഖബറായിരിക്കും. അപ്പൊ ഈ ഒന്നാമത്തിലാരാ? മുനീർ ഉണ്ടാവും. 2ാമത്തിലാരാ? ദൗലത്തുൻ കബീറത്ത് ഉണ്ടാവും. 3ാമത്തിലാരാ? ഇഖ്വത്ത് ഉണ്ടാവും. 4ാമത്തേല് മുജ്തഹിദാത്തുൻ ഉണ്ടാവും. 5ാമത്തേല് സായിബാത്തുൻ ഇലാ ലുബ്നാൻ ഉണ്ടാവും. 6ാമത്തേല് ലുഅത്തുൻ ആലമിയത്തുൻ എന്നുണ്ടാവും. അപ്പൊ ഈ 6 പേരെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും അടിയിക്ക് ആ ഓർഡർ തന്നെ എഴുതി വെക്കുക. പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും 6 മാർക്കും നമുക്ക് എന്ത് ചെയ്യും, നേടാൻ കഴിയും. വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരിക്കും ഇത്. സാർ ഇവിടെ കൃത്യമായിട്ട് ആ മുബ്തദയുടെ താഴെ 1, 2, 3, 4, 5, 6 6 പേരും എഴുതിയിട്ടുണ്ട്. ഖബറിന്റെ അൽ ഖമർ മുനീറുൻ എന്നതാണ് സെന്റൻസ്. അതിൽ ഒന്നാമത്തെ ആളെ നമ്മൾ എന്ത് ചെയ്തു, മുബ്തദയിലേക്ക് എഴുതി. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ ഖബറിലേക്ക് എഴുതാം അല്ലെ. അൽ ഹുനൂദ് ഇഖ്വത്തുൻ, അൽ ഇന്ദു ദൗലത്തുൻ കബീറത്തുൻ, അൽ തോലിബാത്ത് മുജ്തഹിദാത്തുൻ, അൽ മുസാഫിറാത്ത് ഒന്നാമത്തെ വാക്ക്. ബാക്കിയുള്ള വാക്കുകളൊക്കെ ഖബറിൽ. സാഹിബാത്തുൻ ഇലാ ലുബ്നാൻ, അൽ അറബിയത്തു മുബ്തദ, ലുഗത്തുൻ ആലമിയത്തുൻ ഖബർ. അപ്പോ പരീക്ഷയ്ക്ക് ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു ചോദ്യം കണ്ടോ, ഒരു 9ാമത്തെ ചോദ്യമായിട്ട് കൊടുത്തതാണ്. അൽ ഖമർ മുനീറുൻ. ഇതിനെ മുബ്തദ ഖബറാക്കി എഴുതാം. ഒന്നുമില്ല, ഒന്നാമത്തെ വാക്കിന് ശേഷം ഒരു വര വരക്കുക. അപ്പൊ ഈ ഒന്നാമത്തേതായിരിക്കും മുബ്തദ, 2ാമത്തെ മറ്റേ ഖബർ ആയിരിക്കും. ഇനി അൽ അറബിയത്തു ലുഅത്തുൻ ആലമിയത്തുൻ. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ വാക്കിന് ശേഷം വര വരക്കുക. ഒന്നാമത്തെ ആൾ എവിടെ ആയിരിക്കും? ഒന്നാമത്തെ ആൾ മുബ്തദയും ബാക്കിയുള്ളത് മുഴുവനും എങ്ങോട്ടായിരിക്കും? ഖബറിലേക്കായിരിക്കും. ഇത് ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മൾ മുബ്തദ ഖബർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാലി മുലാരി അംർ നഹി. നമ്മളോട് ചിലപ്പം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ചോദിക്കാം. മാലി മുലാരി അംറെ നഹി ചോദിച്ചാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് മിക്കവാറും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സാർ ഇവിടെ ഒരു മാലി ആയിട്ട് ഫഅല എന്ന് എഴുതി. ഫഅല അതിന്റെ മുലാരി എന്തായിരിക്കും? ഒന്നുമില്ല, ആ ഫഅലയുടെ മുമ്പിൽ എന്ത് ചെയ്യുക, ഒരു യാ വെക്കുക. ഒരു യാ കൊണ്ടുവച്ചു. എന്നിട്ടോ ആ ഫഅല അതേപോലെ എന്ത് ചെയ്യുക, ആ ഫഅലയിലെ അക്ഷരങ്ങൾ അതേപോലെ എഴുതുക അല്ലെ. ഫഅല. ഇനി നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഫിയോലുൽ മുലാരിയെ മുന്നിൽ യാ വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇപ്പോൾ യഫാലയാണോ യഫാലു ആണോ യഫീലാണോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവിടെ ഹർക്കത്തിനാണ്. ഇങ്ങനെ എഴുതി വെക്കുക. യഫ് അലു എന്നാണ് ശരിക്കും ഉണ്ടാവുക. ഇനി അതിന്റെ അമ്ര കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ്. അമ്ര കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മുലാരിയിലേക്ക് നോക്കുക. മുലാരിയിൽ നിങ്ങൾ ഇവിടെ യാവിനെ കണ്ടല്ലോ. ആ യാവിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അലിഫ് ഇട്ട് കൊടുക്കുക. യാവിന് പകരം ആരെ കൊടുക്കുക? അലിഫ് കൊടുക്കുക. എന്നിട്ടോ ബാക്കിയുള്ള 3 അക്ഷരങ്ങൾ ഉണ്ടല്ലോ, നമ്മളിവിടെ യാഇന് പകരം ആരെ കൊടുത്തു? അലിഫിനെ കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള 3 അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ആ 3 അക്ഷരങ്ങൾ അതേപോലെ നമ്മൾ എഴുതുക.
മുലാരിയായി. ഓക്കെ, മുലാരിയായി. പക്ഷേ അല്ല, മുലാരി അല്ല, അമ്രായി. പക്ഷെ അമ്രിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമ്രിന്റെ അവസാനത്തില് എപ്പോഴും അവസാനിക്കല് സുക്കൂന് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് ഒരു സുക്കൂൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ള അക്ഷരങ്ങളുടെ ഹർക്കത്ത് അറിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ അലിഫിനെ കെസറാണോ ലമ്മാണോ എന്നതും എന്താ ചെയ്യുക, നമ്മൾ ഈ മുലാരിന്റെ ഇതിൽ നോക്കിയിട്ട് ഇപ്പോൾ ഓക്കെ, എഫ് അലു എന്നതിന്റെ അവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ്? ഐനാണല്ലോ. ഈ ഐനിന് ഫത്തഹ് വന്നുകൊണ്ട് എന്ത് ചെയ്യാം, ഐനിന് ഫത്തഹോ കെസറോ വന്നാല് നമുക്ക് എന്ത് ചെയ്യാം, ഈ അമ്രിലെ അലിഫിന് എന്ത് ചെയ്യാം, കെസറ് കൊടുക്കാം. ഓക്കെ, എന്നാല് ഈ ഐനിന് ലമ്മ് വന്നാലോ നമുക്ക് ഈ അലിഫിന് ലമ്മ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു അലിഫ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ്, ഇനി നമുക്ക് നഹി കണ്ടുപിടിക്കണം. നഹി കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവിദ്യയാണ് നെഹി കണ്ടുപിടിക്കാനുള്ള എളുപ്പവിദ്യയാണ്. നെഹിന്റെ തുടക്കത്തിൽ എപ്പോഴും നെഹി തുടങ്ങല് ഒരു ലാമ് വെച്ചിട്ടാണ്. ലാമും ഉണ്ടാകും, ഒരു തായും ഉണ്ടാവും. ഈ ലാ താ വെച്ചിട്ടാണ് നെഹി തുടങ്ങുക. ഓക്കെ, എന്നിട്ടോ ആ വാക്കിന്റെ അവസാനത്തില് എന്ത് ചെയ്യണം, ഒരു സുക്കൂനും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ രൂപമാണ് നെഹീനുണ്ടാവുക. അപ്പൊ നമ്മൾ നെഹിയും എഴുതേണ്ടത് ഏത് നോക്കിയിട്ടാ, മുലാരി നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നെഹി ആണെങ്കിൽ തുടക്കത്തിൽ ആരുണ്ടാവും, ലാ എന്നുണ്ടാവും. ആരുണ്ടാവും? ലാ എന്നുണ്ടാവും. എന്നിട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഈ മുലാരിയിലെ ഈ യാക്ക് പകരം നമ്മൾ ആരെ കൊടുക്കുക, നെഹിയില് യാക്ക് പകരം താനെ കൊടുക്കുക. ഓക്കെ, യാക്ക് പകരം താനെ. എന്നിട്ട് ബാക്കിയുള്ള 3 അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ഏതൊക്കെ? ഫ ആ ല. അതേപോലെ ഇതാ അവസാനത്തിന് സുക്കൂനിടാം. ഓക്കെ, ഈ രൂപത്തിലായിരിക്കും മിക്കവാറും നമ്മളെ മാലി മുലാരി അംറി നെഹി വരുന്നത്. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ കണ്ടോ നിങ്ങള് ഉദാഹരണങ്ങള്, നമ്മൾ അതേ നേരത്തെ പറഞ്ഞത് പോലെ തറക്ക, യത്തുറുക്കു, ഉത്തുറുക്ക്. ഈ ഉത്തുറുക്കിന് അലിഫിന് ലമ്മ് വരാൻ കാരണം എന്താണ്? ഈ മുലാരിയിലെ ഈ ക്യാഫിന് അവസാനത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം റാ ആണോ, റായിന് ലമ്മ് വന്നുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, അലിഫിനും എന്ത് ചെയ്യുക, ലമ്മ് കൊടുത്തു എന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ അലിഫാണോ അല്ലെങ്കിൽ കെസറാണോ ലമ്മാണോ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിടാം. ഓക്കെ, ഹർക്കത്ത് കൊടുക്കണ്ട. പക്ഷെ അമ്രിന് എപ്പോഴും അവസാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സുക്കൂന് കൊടുക്കണം. നെഹീനും അവസാനത്തിൽ സുക്കൂന് കൊടുക്കണം. പക്ഷെ നെഹീന്റെ ആദ്യത്തിൽ ലാമും തായും നമ്മൾ എഴുതണം. ഇവിടെ കണ്ടോ നിങ്ങൾ, നെഹി മൊത്തം എങ്ങനെയാണ്, ലാത്ത 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 ലാത്ത. അവസാനത്തിൽ സുക്കൂൻ ഉണ്ടാവും. അമ്രിന്റെ അവസാനത്തിൽ ഒക്കത്തിലും സുക്കൂനായിരിക്കും. ഓക്കെ, മുലാരിന്റെ തുടക്കത്തിൽ എല്ലാതും യാ വെച്ചിട്ടാണ്. അപ്പൊ ആ രൂപത്തിൽ. ഇനി ഇവിടെ കണ്ടോ പിന്നെ അതേപോലെ ഫഹിമ, അതിന് മുമ്പിൽ യാ വെച്ചു, ഇവിടെ അലിഫ് വെച്ചു, ഇവിടെ ലാം വെച്ചു, അല്ലെ ലാത്ത വെച്ചു. ഇനി ഇങ്ങനത്തെ അല്ലാത്ത ചില ഓപ്ഷനുകൾ, ചില കാര്യങ്ങൾ ഇവിടെ കണ്ടോ നിങ്ങൾ, തഅല്ലമ. ഈ തഅല്ലമയിൽ എന്താണ്, ഇവിടെ 3 അക്ഷരങ്ങളാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതൊക്കെ 3 അക്ഷരങ്ങളാണ്. മാലിയിലെ 3 അക്ഷരങ്ങളാണ് ഇതൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഫഅല, യഫ്അലു. എന്നാൽ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ തഅല്ലമ എന്നാണ്. തഅല്ലമ എന്നാവുമ്പോൾ അതിന്റെ മുലാരി എന്താണ്, ഒന്നുമില്ല. അതിന്റെ മുമ്പിൽ എന്ത് ചെയ്തു കൊടുത്തു, മുമ്പിൽ വെറുതെ ഒരു യാ വെച്ചു കൊടുത്തു. എന്നിട്ട് ആ തഅല്ലമ അതേപോലെ എഴുതി, അല്ലെ, തഅല്ലമ അതേപോലെ എഴുതി. എന്നിട്ട് അമ്ര എഴുതുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, നമ്മൾ ഇവിടെ അലിഫ് കൊടുക്കാൻ കാരണം എന്താണ്, ഇവിടെ അലിഫ് കൊടുക്കാൻ കാരണം നമ്മൾ ഇവിടെ അലിഫ് കൊടുക്കുന്നില്ലെങ്കിൽ എങ്ങനെ എഴുതേണ്ടത്, അലിഫ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മള് മുലാരി നോക്കുമ്പോൾ മുലാരിയിൽ എഫ് അലു എന്നല്ലേ, ഫ് ആ ലു എന്നല്ല. ഒരു വാക്ക്, അറബിയിലെ ഒരു വാക്ക് ഒരിക്കലും സുക്കൂന് കൊണ്ട് തുടങ്ങത്തില്ല. സുക്കൂന് കൊണ്ട് എന്ത് ചെയ്യൂല, തുടങ്ങൂല. സുക്കൂന് കൊണ്ട് തുടങ്ങൂല. അങ്ങനെ സുക്കൂന ഈ മുലാരിയിലെ ഈ ഫായിനെ സുക്കൂൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്, മുമ്പിൽ ഒരു അലിഫ് കൊടുത്തത്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടത്തെ കേസിൽ തഅല്ലമ യതഅല്ലമു, അല്ലെ, ആ യാ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി നമ്മൾ എഴുതി, അല്ലെ, ഈ യാ ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതിയാൽ ഉണ്ടാവും തഅല്ലമു എന്നുണ്ടാവില്ല. അവസാനത്തിൽ നിന്ന് സുക്കൂന് കൊടുത്താൽ മതി, തഅല്ലം. ഓക്കെ, നെഹിയായി. ഇനി ഇതിന്റെ അമ്രായി. ഇനി നെഹി എങ്ങനെയാണ്, ഈ യാനെ മാറ്റിയിട്ട്, മുലാരിയിലുള്ള ഈ യാനെ മാറ്റിയിട്ട് ലായും തായും കൊടുക്കുക. എന്നിട്ടോ അവസാനത്തിൽ സുക്കൂന് കൊടുക്കുക, ലാ തഅല്ലം. ഓക്കെ, അതേപോലെ ഫഹിമ നമ്മൾ പറഞ്ഞു. വദഅ, അത് എക്സെപ്ഷണൽ കേസ് ആണ്. ഇവിടെ മുമ്പിൽ വാവ് വന്നുകൊണ്ടാണ് എന്ത്, വദഅ. ആ വാവ് എന്തോ മുലാരിയിലേക്ക് എത്തുമ്പോൾ യദഉ എന്നായി മാറും. ദെൻ അതിന്റെ അമ്ര എന്താണ്, ദ, അല്ലെ, ഈ യാനെ ഒഴിവാക്കിയിട്ട് ബാക്കി 2 അക്ഷരം എഴുതി, ദ ലാ തത്. തക്കല്ലമ ഈ തഅല്ലമ രൂപത്തിൽ തന്നെയാണ്. തഅഖറയും ഈ രൂപത്തിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഇസ്തൈക്കലും ഈ രൂപത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ രൂപത്തില് മാലി മുലാരിയും അമ്രും നെഹിയും നമ്മളോട് എന്ത് ചെയ്യാം, കണ്ടെത്താൻ ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, മാലി ചോദിച്ചാൽ ഓക്കെ ഫാല രൂപത്തിലാവും. അതിന് മുലാരി ചോദിച്ചാൽ മുമ്പിൽ യാന് വെച്ചു കൊടുക്കുക. അപ്പൊ എന്താവും, യഫ്അലു എന്നാവും. ഓക്കെ, അമ്ര ആണെങ്കിൽ മിക്കവാറും മുലാരിയിലെ
ഒന്നാമത്തെ ഈ ഫഅല എന്നതിന് അല്ലെ, ഈ ഫായിന് സുക്കൂനാണെങ്കിൽ ഒരു അലിഫ് കൊടുക്കുക, എന്നിട്ട് അവസാനത്തിൽ ഒരു സുക്കൂനും കൊടുക്കുക. ഓക്കെ, ആ രൂപത്തിൽ. ദെൻ നഹിയാണെങ്കിൽ ആദ്യം ലാമും തായും വെച്ചായും തുടങ്ങുക, ഏറ്റവും അവസാനം സുക്കൂനും കൊടുക്കണം. ഈ രൂപത്തിലായിരിക്കും നമ്മളുടെ മാലി, മുലാരി, അംറി, നഹിയെ കണ്ടുപിടിക്കാൻ ചോദിക്കുക. അപ്പൊ ഏറ്റവും ഉഷാറായിട്ട് ഈ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ച്, നമ്മൾ ക്വാർട്ടർലി എക്സാമിന്, ഈ ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിന്, മോഡൽ പരീക്ഷയ്ക്ക്, അതേപോലെ തന്നെ പബ്ലിക് എക്സാമിനൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.